ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടം അതിപ്പോൾ ഒരു വാർത്താ സെൻസേഷനാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചെയ്തികളിൽ അദ്ദേഹം രാജി വെക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതിനിടയിൽ അതിജീവിതയുടെ ഫേസ്ബുക്ക് വരികൾ എടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു ഫോട്ടോ കപ്പിൽ, ചായ ഗ്ലാസ് വെച്ചിരുന്ന കപ്പിൽ ഫേസ്ബുക്ക് അതിജീവിതയുടെ ഒരു വരികൾ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയി മാറിയിരിക്കുന്നു. അതിൽ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിൻ്റെ വിവേചനത്തിനെതിരെ മന്ത്രിമാരോടൊപ്പം സമരം ചെയ്തപ്പോഴാണ് ആ ഒരു ഫോട്ടോ എടുത്തത്. ഒരു PR വർക്ക് തന്നെയാണ് അത് സംഭവം. അതിൽ എനിക്ക് കൗതുകരമായി തോന്നിയത് ആ പോസ്റ്റിൻ്റെ ഒപ്പം ജനനായകൻ എന്നുള്ള പോസ്റ്റ് കാര്യങ്ങളും അതോടൊപ്പം തന്നെ സ്ത്രീ സംരക്ഷകൻ, സ്ത്രീപക്ഷവാദി അങ്ങനെയൊക്കെയുള്ള കുറേ ചാർത്തിക്കൊണ്ടിരിക്കുന്ന കുറേ പോസ്റ്റുകൾ ഞാൻ കാണാറുണ്ട്. എല്ലാം നമ്മൾ കമ്മ്യൂണിസ്റ്റ് സൈബർ ഇതിൽ തന്നെയാണ്. അപ്പോൾ അതിൽ ഇവരോടൊക്കെ ചോദിക്കാനുണ്ടായിരുന്നത്, ഈ രാഹുൽ മാങ്കൂട്ടം മാത്രമാണ് ഇവിടെ കേസിലകപ്പെട്ട് കിടന്നത്. ഈ പാർട്ടിയിൽ ഉള്ള ഒരു നേതാവ് PT കുഞ്ഞുമുഹമ്മദ്, അദ്ദേഹം ഒരു ലൈംഗിക ആരോപണത്തിൽ പെട്ട് കിടക്കുകയാണ്. അതിനെതിരെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി അടക്കം ഒന്നും പറയാത്ത? അതുപോലെ തന്നെ മുകേഷിനെതിരെ FIR എടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും അദ്ദേഹം MLA സ്ഥാനം ഇപ്പോഴും രാജിവെച്ചിട്ടില്ല. നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന് MLA സ്ഥാനം രാജിവെക്കാൻ പറയുമ്പോൾ തന്നെ അതും പറയേണ്ട ഒരു കാര്യമല്ലേ. പിന്നെ നമ്മൾ കുറച്ച് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ആന്തൂർ സാജൻ്റെ ആത്മഹത്യയെ പറ്റി ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. അതും ഒരു സ്ത്രീവിരുദ്ധ നിലപാട്, CPM എടുത്ത ഒരു സ്ത്രീവിരുദ്ധ നിലപാട് അതിലുണ്ട്. ആന്തൂർ സാജന ആത്മഹത്യ ചെയ്തപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ ഒരു ഭീഷണിയിൽ ആന്തൂർ സാജന ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്ത ശേഷം ദേശാഭിമാനി എന്ന പത്രത്തിൽ, മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ പത്രത്തിൽ ആന്തൂർ സാജൻ്റെ ഭാര്യയെപ്പറ്റി വളരെ മോശമായാണ് എഴുതിയത്. അത് പിന്നീട് അത് തെറ്റാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അതിനുശേഷം ദേശാഭിമാനി പത്രവും മറ്റും ആരും അവരെ മാപ്പ് പോലും ചെയ്തിട്ടില്ല. സ്ത്രീപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് ആന്തൂർ സാജൻ്റെ ഭാര്യയോട് മാപ്പ് പറഞ്ഞുകൂടാ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. ഇതെല്ലാം ഒരു PR പ്രകടനം എന്നുള്ളതിനപ്പുറം ഇല്ല എന്ന് ഒരു കോമണായി ചിന്തിക്കുന്ന മനുഷ്യർക്ക് അറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇതേപോലെയൊക്കെ ചെയ്യുന്നത്? സ്വയം അദ്ദേഹം വിചാരിക്കുന്ന താൻ അങ്ങനെയാണ് എന്നാണ്. പക്ഷെ ജനങ്ങൾക്ക് തോന്നല്ലേ, ആ ഒരു നിലപാടുകളിൽ രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല, മതവ്യത്യാസം ഉണ്ടാവാൻ പാടില്ല, ജാതീയ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. ആ വ്യത്യസ്തമായ നിലപാടുകളില്ലാതെ എല്ലാവർക്കും എതിരെ മുഖം നോക്കാതെ നടപടി എടുക്കുന്നവനെയാണ് ജനനായകൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ PT കുഞ്ഞുമോനെതിരെ നടപടി ശക്തമായി എടുക്കുമെന്ന് തുറന്നു പറയാനുള്ള ആർജവം പിണറായി വിജയനാണ്. മുകേഷിനെതിരെ ശക്തമായ നടപടി എടുക്കുമെന്നുള്ള പറയാനുള്ള ആർജവം. അതുപോലെ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഏതൊരാളാണെങ്കിൽ പോലും ലൈംഗിക ആരോപണത്തിൽപ്പെട്ടതാവട്ടെ, വേറെ ഏതെങ്കിലും പ്രശ്നത്തിലുള്ളതാവട്ടെ, അവർക്കെതിരെ ശക്തമായി നടപടി എടുക്കാൻ ഒന്നും പറയുന്നില്ല, എടുക്കുക എന്നൊരു കാര്യമാണ് ഒരു ജനനായകനിൽ ഉണ്ടാവുന്നത്. അപ്പോഴാണ് ജനനായകൻ എന്ന് ജനങ്ങൾ വാഴ്ത്തിപ്പാടുന്നത്. പാർട്ടിക്കാരല്ല ജനനായകൻ എന്ന് വാഴ്ത്തിപ്പാടുന്നത്, ആ വാഴ്ത്തിപ്പാടുന്ന ജനങ്ങളാണ്. ആ ജനനായക പട്ടം കിട്ടിയ ഒരു വ്യക്തി താങ്കളുടെ പാർട്ടിയിൽ ഇപ്പോൾ ഇല്ല. VS അച്യുതാനന്ദൻ എന്നൊരു നേതാവ്, അദ്ദേഹത്തിൻ്റെ ഒപ്പം വരാനായിട്ട്, ജനനായക സ്ഥാനം കിട്ടാനായിട്ട് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരാൾ പോലും ഇല്ല എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. കോൺഗ്രസിൻ്റെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ കോൺഗ്രസിനെ അനുകൂലിച്ചുകൊണ്ട് പറയുന്ന പോലെ എന്ന് പറയും. കോൺഗ്രസ് എന്ന പാർട്ടിയിൽ അങ്ങനെയുള്ളൊരു ആൾ
ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. BJPയിൽ പിന്നെ അങ്ങനെ ഒരു നിലപാടേ ഇല്ല. അപ്പോൾ നമ്മളെ മണ്ടന്മാരാക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾ ചിന്തിച്ച് തീരുമാനമെടുക്കുക. ജനനായകൻ എന്ന് വെറുതെ ചാർത്തിപ്പെടുത്തുന്ന കാര്യമല്ല എന്ന കാര്യം പിണറായി വിജയനും അവരുടെ അടിമക്കൂട്ടമായ അണികളും മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.